നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. കച്ചേരിത്താഴം പുതിയ പാലത്തിൽ അപകടം. നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി ഇടിച്ച് കൈവരി തകർന്ന നിലയിൽ. തിങ്കളാഴ്ച പുലർച്ചെ 4:30 നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി നടപ്പാതയിലെ ഇരുമ്പ് കൈവരിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. MC റോഡിൽ KSRTC ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട അപകടം. പുതുവേലി പഴയ മാർ കുര്യാക്കോസ് കോളേജിന് സമീപമാണ് അപകടമുണ്ടായത്. 7 പേർക്ക് പരിക്ക്. മാറാടിയിലും വാളകത്തും പൊതുപര്യടനം പൂർത്തിയാക്കി മാത്യു കുഴൽനാടൻ. മാറാടി തോട്ടുങ്ക പീടികയിൽ നിന്നും ആരംഭിച്ചു. ഉദ്ഘാടനം ചെയ്ത കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ. മാത്യു കുഴൽനാടന്റെ പ്രചരണം. KC വേണുഗോപാൽ പായിപ്ര റോഡ് ഷോ നയിച്ചു. പായിപ്ര സൊസൈറ്റി പടിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ സ്കൂൾ പടിയിൽ സമാപിച്ചു. മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിലെത്തി വോട്ടഭ്യർത്ഥിച്ച LDF സ്ഥാനാർത്ഥി N അരുൺ. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം പരിഹരിക്കുവാൻ ഇടപെടൽ നടത്തുമെന്ന് LDF സ്ഥാനാർത്ഥി. വാർത്തകൾ വിശദമായി. കച്ചേരിത്താഴം പുതിയ പാലത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി ഇടിച്ച് കൈവരി തകർന്ന നിലയിൽ. തിങ്കളാഴ്ച പുലർച്ചെ 4:30 നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി നടപ്പാതയിലെ ഇരുമ്പ് കൈവരിയിലേക്കും തുടർന്ന് പാലത്തിന്റെ കോൺക്രീറ്റ് കൈവരിയിലേക്കും ഇടിച്ചു കയറുകയായിരുന്നു. കച്ചേരിത്താഴം പുതിയ പാലത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി ഇടിച്ച് കൈവരി തകർന്ന നിലയിൽ. തിങ്കളാഴ്ച പുലർച്ചെ 4:30 മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും വെള്ളൂർക്കുന്നം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് നടപ്പാതയിലെ ഇരുമ്പ് കൈവരിയിലേക്കും തുടർന്ന് പാലത്തിന്റെ കോൺക്രീറ്റ് കൈവരിയിലേക്കും ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ലോറി ഡ്രൈവർ ജയപ്രകാശ് പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. ലോറി ഇടിച്ചതിനെ തുടർന്ന് ഇരുമ്പ് കൈവരിയും കോൺക്രീറ്റ് കൈവരിയും തകർന്ന നിലയിലാണ്. എന്നാൽ കൈവരി തകർത്ത വാഹനം പുഴയിലേക്ക് വീഴാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. ലോറി ഇടിച്ചതിനെ തുടർന്ന് കച്ചേരിത്താഴം പുതിയ പാലത്തിൽ നേരിയ തോതിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. തുടർന്ന് മൂവാറ്റുപുഴ ഫയർഫോഴ്സ് എത്തി ക്രെയിൻ ഉപയോഗിച്ച് വാഹനം നീക്കം ചെയ്ത് ഗതാഗതം സുഗമമാക്കി. കൈവരികൾ തകർന്നു കിടക്കുന്നത് കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാവുകയാണ്. കൊടവലങ്ങാട് നിന്നും അങ്കമാലി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. തോട്ടത്തിൽ ഫാഷൻ ജുവലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. കൂത്താട്ടുകുളം MC റോഡിൽ KSRTC ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടം. പുതുവേലി പഴയ മാർ കുര്യാക്കോസ് കോളേജിന് സമീപമുണ്ടായ അപകടത്തിൽ 7 പേർക്ക് പരിക്കേറ്റു. MC റോഡിൽ കൂത്താട്ടുകുളം പുതുവേലിയിൽ KSRTC ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട അപകടം. പുതുവേലി പഴയ മാർ കുര്യാക്കോസ് കോളേജിന് സമീപം കോട്ടയത്ത് നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന KSRTC ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് എതിർദിശയിൽ നിന്നെത്തിയ മറ്റൊരു KSRTC ബസിലും കാറിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ കോട്ടയം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC ബസിന്റെ ഡ്രൈവർ ഉൾപ്പെടെ 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. കൂത്താട്ടുകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമം വിട്ട മുറിക്കല്ലെ ബൈപ്പാസ് പദ്ധതിയുടെ ആദ്യഘട്ട റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല. മൂവാറ്റുപുഴക്കാരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് മുറിക്കല്ല് ബൈപ്പാസ് പദ്ധതിയുടെ ആദ്യഘട്ട റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായെങ്കിലും അപ്രോച്ച് റോഡ് നിർമ്മിക്കാത്തത് മൂലം പാലം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല. പാലത്തിന്റെ ഭാഗമായി കിടന്ന സ്ഥലത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. 2025 ഏപ്രിൽ മാസത്തിൽ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയെങ്കിലും ഊരാളുങ്കൽ പദ്ധതിയുടെ കരാർ ഒപ്പിടാത്തതിനാൽ പദ്ധതി വൈകുകയായിരുന്നു. തുടർന്ന് 7 മാസം കഴിഞ്ഞ് 2025 നവംബർ മാസത്തിലാണ് ഊരാളുങ്കൽ കരാർ ഒപ്പിട്ടത്. 1.5 വർഷമാണ് പദ്ധതിയുടെ കരാർ കാലാവധി. നേരത്തെ വിഭാവനം ചെയ്ത പദ്ധതികളിൽ നിന്ന് മാറ്റം വരുത്തിയാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഭാവി മൂവാറ്റുപുഴയുടെ വികസനത്തിനാവശ്യമായ ദീർഘവീക്ഷണത്തോടെയാണ് പദ്ധതിയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. മുറിക്കല് പാലം യാഥാർത്ഥ്യമാകുന്നതോടെ മൂവാറ്റുപുഴ നഗരവാസികളുടെ ഏറെക്കാലത്തെ സ്വപ്നമാണ് പൂർത്തിയാകാനൊരുങ്ങുന്നത്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. മാറാടിയിലും വാളകത്തും പൊതുപര്യടനം പൂർത്തിയാക്കി UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടൻ.
മാറാടി തോട്ടുങ്കപ്പീടിയിൽ നിന്നും ആരംഭിച്ച പര്യടനം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ഉദ്ഘാടനം ചെയ്തു. UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടന്റെ പര്യടനം മാറാടിയിലും വാളകത്തും പൂർത്തിയാക്കി. മാറാടി തോട്ടുങ്കപ്പീടികയിൽ നിന്നും ആരംഭിച്ച പര്യടനത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് സ്നേഹോഷ്മളമായി സ്വീകരണമാണ് ജനങ്ങൾ നൽകിയത്. രാവിലെ സെന്റ് ഫ്രാൻസിസ് സേവ്യർ പള്ളി സന്ദർശിച്ച് വിശ്വാസികളെ കണ്ട് പിന്തുണ തേടിയതിനെ തുടർന്ന് വിവിധ ഭവനങ്ങളും സ്ഥാപനങ്ങളും സന്ദർശിച്ച ശേഷമാണ് മാത്യു കുഴൽനാടൻ പര്യടനത്തിന് തുടക്കമിട്ടത്. മാറാടിയിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ പര്യടനം ഉദ്ഘാടനം ചെയ്തു. എല്ലാവരുടെയും അനുവാദത്തോടെ മാറാടിയുടെ മണ്ണിലേക്ക് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നൂറ് സീറ്റുകൾ നേടി സംസ്ഥാനത്ത് UDF സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ അതിൽ മൂവാറ്റുപുഴയുടെ പിന്തുണ കൂടി ഉണ്ടാകുമെന്ന് സാബു ജോൺ പറഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ മൂവാറ്റുപുഴ അടക്കമുള്ള 100ഓളം മണ്ഡലങ്ങളിൽ വിജയിച്ച് കയറാൻ പോകുന്നത് നമ്മുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ MLA-മാരാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വരികയും നമ്മുടെ പ്രിയങ്കരനായ ശ്രീ മാത്യു കുഴൽനാടൻ ആ ഗവൺമെന്റിന്റെ ഭാഗമായി ഒരു സ്ഥാനത്തെത്തുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങളും സമാനതകളില്ലാത്തതാവും. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചുള്ള മൂവാറ്റുപുഴയുടെ ഗതിവിഗതികളെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനം നമുക്ക് മൂവാറ്റുപുഴയിൽ നടത്താനായി കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുതുകല്ല്, ഈസ്റ്റ് മാറാടി പള്ളിക്കവല, കോളനിപ്പടി, ഏഞ്ചൽ വോയ്സ് ജംഗ്ഷൻ, പഞ്ചായത്ത് പടി, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഷാപ്പുംപടി, മണിയംകല്ല്, പാടത്തട്ടാൽ, 4 മൈൽ, വിരിപ്പുകണ്ടം, ഒന്നിയേലി വയൽ കടവ്, കായനാട് റേഷൻ കടപ്പടി, മണ്ണത്തൂർ കവല എന്നിവിടങ്ങളിലായിരുന്നു സ്വീകരണം നൽകിയത്. വാളകത്ത് KPCC ജനറൽ സെക്രട്ടറി IK രാജു പര്യടനം ഉദ്ഘാടനം ചെയ്തു. റാക്കാട് ചെക്ക് ഡാമിൽ നിന്ന് ആരംഭിച്ച പര്യടനം പഞ്ചായത്ത് പടിയിൽ അവസാനിച്ചു. 27 ഇടങ്ങളിൽ സ്ഥാനാർത്ഥിയെ ജനങ്ങൾ സ്വീകരിച്ചു. ഇന്ന് ഈ പര്യടനത്തിന്റെ വേളയിലേക്ക് കടന്നു വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും നൽകിയ ഈ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തനത്തോടെ ഉജ്ജ്വലമായൊരു വിജയം നമുക്ക് മൂവാറ്റുപുഴയിൽ നിന്ന് നേടാനാകും. UDF കേരളത്തിലെമ്പാടും വലിയ മുന്നേറ്റം നടത്തുന്ന ഈ സമയത്ത് 10 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സർക്കാർ അധികാരത്തിൽ മടങ്ങി വരുമ്പോൾ അതിൽ മാറാടിയുടെ പങ്ക് ചെറുതല്ലാതെ വലിയൊരു പങ്കോടുകൂടി നമുക്കും പങ്കാളികളാകണം. KM സലീം, KM അബ്ദുൾ മജീദ്, KM പരീദ്, ജോസ് വള്ളമറ്റം, ഷൈസൻ P മാങ്ങഴ, OM സുബൈർ, OP ബേബി, PP ജോളി, ജോളിമോൻ ചുണ്ടയിൽ, VG ഏലിയാസ്, ഷാൻഡി എബ്രഹാം, രജിത സുധാകരൻ, ജിജോ പാപ്പാലിൽ, സാജു കുന്നപ്പിള്ളി, മാത്യൂസ് വർക്കി, KO ജോർജ്, PK മനോജ്, ജെയ്സൺ ജോൺ, സജി T ജേക്കബ്, എബി പോൾ, ജിബി മണ്ണത്തൂക്കാരൻ എന്നിവർ പങ്കെടുത്തു. MCS Hospital, we take care of your health. മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിലെത്തി വോട്ടഭ്യർത്ഥിച്ച് LDF സ്ഥാനാർത്ഥി N അരുൺ. കച്ചേരിത്താഴം ഭാഗത്തെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം മൂലം കോടതിയിലേക്ക് എത്തുവാനുള്ള അഭിഭാഷകരുടെയും നാട്ടുകാരുടെയും ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാൻ ഇടപെടൽ നടത്തുമെന്ന് LDF സ്ഥാനാർത്ഥി. മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിലെത്തി വോട്ട് അഭ്യർത്ഥിച്ച് LDF സ്ഥാനാർത്ഥി N അരുൺ. മൂവാറ്റുപുഴയിൽ സാധാരണക്കാരായ പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ചിരുന്നതും പ്രവർത്തനം നിലച്ചുപോയതുമായ ഉപഭോക്തൃ കോടതിയുടെ ക്യാമ്പ് സിറ്റിംഗ് മൂവാറ്റുപുഴയിൽ പുനഃസ്ഥാപിക്കുന്നതിനും മൂവാറ്റുപുഴ കച്ചേരിത്താഴം ഭാഗത്തെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം മൂലം കോടതിയിലേക്ക് എത്തുവാനുള്ള അഭിഭാഷകരുടെയും നാട്ടുകാരുടെയും ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാനും ഇടപെടൽ നടത്തുമെന്ന് അഭിഭാഷകർക്ക് N അരുൺ ഉറപ്പു നൽകി. മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇവിടുത്തെ ബഹുമാനപ്പെട്ട അഭിഭാഷകർ വളരെ സങ്കീർണമായിട്ടുള്ള ചില വിഷയങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ഗൗരവമുള്ള ആ വിഷയങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിലെത്തിക്കുകയും അതിന് തീരുമാനമുണ്ടാക്കുകയും ചെയ്യും എന്ന് അറിയിക്കുകയാണ്. പ്രത്യേകിച്ചും ഇവിടെ നമ്മുടെ മൂവാറ്റുപുഴയിൽ ഉണ്ടായിരുന്ന കൺസ്യൂമർ ഫോറത്തിൻ്റെ ക്യാമ്പ് സിറ്റിംഗ് ഏതാനും നാളുകളായിട്ടില്ല. ആ ക്യാമ്പ് സിറ്റിംഗ് ഇവിടെ മൂവാറ്റുപുഴയിൽ തുടരുവാനുള്ള എല്ലാ സജ്ജീകരണവും ഉറപ്പായും ചെയ്യും എന്ന് അറിയിക്കുകയാണ്. ഇവിടെ വിജയിച്ചു വരുന്ന സാഹചര്യമാണെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ കച്ചേരിത്താഴത്ത് നിന്ന് കോടതിയിലേക്ക് കടന്നു വരുന്ന നമ്മുടെ പഴയ താലൂക്ക് ഓഫീസിൻ്റെ മുൻവശം എന്ന് സൂചിപ്പിക്കാവുന്ന ആ പ്രദേശം, അവിടുത്തെ റോഡ് പണിയുടെ അശാസ്ത്രീയത മൂലം അപകട സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അഭിഭാഷകർക്ക് കോടതിയിലേക്ക് കടന്നു വരുന്ന വ്യവഹാരികൾക്കെല്ലാം വല്ലാത്ത പ്രയാസം ഇങ്ങോട്ട് കടന്നു വരുന്ന കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്.
അശാസ്ത്രീയത പരിഹരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നഗര വികസനവുമായി ബന്ധപ്പെട്ട ആ ഭാഗത്തുള്ള മീഡിയൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു എക്സ്പെർട്ടുകളെ കൊണ്ട് പരിശോധിപ്പിച്ച് അതിൻ്റെ കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിപ്പിക്കും. ഈ പരാതിക്ക് പരിഹാരം കാണാൻ സാധിക്കുമെന്ന ഉറപ്പ് നൽകുകയാണ്. കോടതി ക്യാന്റീനിലെ ജീവനക്കാരെയും നേരിൽ കണ്ട് LDF സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു. വിവിധ അഭിഭാഷക സംഘടനാ ഭാരവാഹികളായ അഡ്വക്കേറ്റ് KR സുനിൽകുമാർ, അഡ്വക്കേറ്റ് എൽദോസ് വർഗീസ്, അഡ്വക്കേറ്റ് ജിറ്റി അഗസ്റ്റിൻ, അഡ്വക്കേറ്റ് ഷൈൻ ജേക്കബ്, അഡ്വക്കേറ്റ് ചിന്നമ്മ ഷൈൻ, അഡ്വക്കേറ്റ് ജോബി ജോസ്, അഡ്വക്കേറ്റ് അഭിലാഷ് മധു, അഡ്വക്കേറ്റ് അജിത് LA തുടങ്ങിയവരും പങ്കെടുത്തു. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. മാത്യു കുഴൽനാടിന്റെ പ്രചരണാർത്ഥം KC വേണുഗോപാൽ പായിപ്രയിൽ റോഡ് ഷോ നയിച്ചു. പായിപ്ര സൊസൈറ്റി പടിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ സ്കൂൾ പടിയിൽ സമാപിച്ചു. UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടിന്റെ പ്രചരണാർത്ഥം റോഡ് ഷോ സംഘടിപ്പിച്ചു. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ പായിപ്ര സൊസൈറ്റി പടിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നയിച്ചു. കരുത്തരായ സാരഥി ഡോക്ടർ മാത്യു കുഴൽനാടിന് നിങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ആരാധ്യനായ AICCയുടെ ജനറൽ സെക്രട്ടറി അതേ ദേശത്തിന്റെ കാവലായ ശ്രീ KC വേണുഗോപാൽ ജനവിധി നേടുന്ന നമ്മുടെ പ്രിയങ്കരനായ സാരഥി മൂവാറ്റുപുഴയുടെ ഏറ്റവും പ്രിയങ്കരനായ ഡോക്ടർ മാത്യു കുഴൽനാടിന്റെ പായിപ്ര ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടികൾക്ക് സമാപനം കുറിച്ചുകൊണ്ടുള്ള പട്ടുകൂറ്റൻ റാലിയാണ് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുമുന്നിലായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ മാത്യു കുഴൽനാടിനെ അനുധാവനം ചെയ്തുകൊണ്ട് ആരാധ്യനായ AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലും ചേർന്ന് പായിപ്ര ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നൽകിയ പ്രൗഢഗംഭീരമായ വരവേൽപ്പുകൾക്കെല്ലാം അളവറ്റ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ സാരഥി ഡോക്ടർ മാത്യു കുഴൽനാടനും നിരവധി കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്ത റോഡ് ഷോ പായിപ്ര സ്കൂൾ പടിയിൽ സമാപിച്ചു. ഹാരിസ് ബീരാൻ MP മുഖ്യപ്രഭാഷണം നടത്തിയ യോഗത്തിൽ UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടൻ, KM സലീം, KM അബ്ദുൾ മജീദ്, സാബു ജോൺ, ജോയ്സ് മേരി ആന്റണി, OM സുബൈർ, PA ബഷീർ, ഷാൻ പ്ലാക്കുടി, MP ഇബ്രാഹിം, മാത്യൂസ് വർക്കി, സീനത്ത് അസീസ്, KP ജോയി, VE നാസർ, സുഭാഷ് കടക്കോട്, പായിപ്ര കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.
LDF സ്ഥാനാർത്ഥി N അരുണിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം യൂത്ത് മാർച്ച് സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ ചാലിക്കടവ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് KSRTC ജംഗ്ഷനിൽ സമാപിച്ചു. മൂവാറ്റുപുഴ മണ്ഡലം LDF സ്ഥാനാർത്ഥി N അരുണിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDYF സംഘടിപ്പിച്ച യൂത്ത് വിത്ത് അരുൺ യൂത്ത് മാർച്ച് മൂവാറ്റുപുഴ പട്ടണത്തെ ചുവപ്പണിയിച്ചു. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന യുവജന റാലികളിലും റോഡ് ഷോകളിലും നൂറുകണക്കിന് യുവാക്കളാണ് അണിനിരന്നത്. മൂവാറ്റുപുഴ ചാലിക്കടവ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച യൂത്ത് വിത്ത് അരുൺ യൂത്ത് മാർച്ച് നഗരം ചുറ്റി മൂവാറ്റുപുഴ KSRTC ജംഗ്ഷനിൽ സമാപിച്ചു. IT, കൃഷി, കല തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള യുവാക്കൾ സ്ഥാനാർത്ഥിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തി. വികസന തുടർച്ചയും നാടിന്റെ പുരോഗതിയും മുൻനിർത്തി LDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ യുവത്വം മൂവാറ്റുപുഴയിൽ തെരുവിൽ സജീവമായിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിപുലമായ പ്രചരണ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് യുവജന സംഘടനകളുടെ തീരുമാനം. മൂവാറ്റുപുഴ കിഴക്കേക്കര ചാത്തേനിക്കാട്ട് S വർഗീസിന്റെ ഭാര്യ ക്ലാരമ്മ 83 നിര്യാതയായി. സംസ്കാരം ചൊവ്വാഴ്ച 11-ന് മൂവാറ്റുപുഴ ഹോളിമാഗി ഫൊറോന പള്ളിയിൽ. പരേത ചേർത്തല പൊന്നാമ്പിളിവട്ടത്തിൽ കുടുംബാംഗമാണ്. മക്കൾ സ്നോബി, റീത്താമ്മ, ലൗലി, ടോമി. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.